ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു വർഷം ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തിരുന്നു, TCSൽ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്താണ് ഒരു പെട്ടെന്നാണ് ഒരു ഡിഫറൻസ്, ജോബ് പ്രൊഫൈലിലുള്ളൊരു ഡിഫറൻസും നമുക്ക് കുറേയും കൂടി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാവുന്ന അവിടെ വെച്ചിട്ടാണ്. അപ്പം അതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ സിവിൽ സർവീസ് ആണ്. സോ അങ്ങനെയാണ് സിവിൽ സർവീസ് ചൂസ് ചെയ്യുന്നത്. പരിശീലനം ഞാൻ നേരത്തെ പറഞ്ഞ 2-2.5 വർഷത്തോളം ഞാൻ ഇതിന് പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോൾ അത് ടഫ് തന്നെയാണ്. നമ്മൾ ഫിസിക്കലി മെൻ്റലി എല്ലാം അപ്പ് ഡൗൺസ് വരും. സ്പെഷ്യലി നമ്മൾ മെൻ്റലി പല സമയത്തും ഡ്രെയിൻ ഔട്ട് ആയി പോകും. നമുക്ക് തോന്നും ഇതൊരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നും. ആ സമയത്തൊക്കെ നമ്മളെ ഫാമിലിയും ഫ്രണ്ട്സുമാണ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് പറഞ്ഞ പോലെ ഒരു ചിട്ടയായ ഒരു ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടതായിട്ട് വരും. പല കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്കെല്ലാം പഴയ പോലെ കുറച്ചൊരു പ്രൈവറ്റൈസ്ഡ് ആയിട്ട് ചിലപ്പം പോകേണ്ടി വരും. നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പഠിക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വർത്ത്. അവസാനം റിസൾട്ട് വരുമ്പോൾ ഇറ്റ്സ് ഓൾ വർത്ത്. ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരുന്നു, കോച്ചിങ്ങിന് പോയിരുന്നു. ഒരുപാട് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി അവിടെയാണ് തുടങ്ങിയത്. പിന്നീട് ഐലേൺ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് പിന്നീടുള്ള കോച്ചിങ്ങൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ശരിക്കും സഹായിച്ചത് മോക്ക് ടെസ്റ്റുകളാണ്. കാരണം പ്രിലിംസിനായാലും മെയിൻസിനായാലും ഇൻ്റർവ്യൂവിനായാലും ഒരുപാട് പ്രാക്ടീസ് ടെസ്റ്റ് എടുത്തിരുന്നു. ഇപ്പം പ്രിലിംസിനൊക്കെ ഒരു 25-13 അടുപ്പിച്ച് ടെസ്റ്റ് എഴുതിയിട്ടാണ് നമ്മൾ ആക്ച്വൽ പ്രിലിംസിനെ ഫേസ് ചെയ്യുന്നത്. മെയിൻസിനും അതുപോലെ തന്നെ 10-20 ടെസ്റ്റ് എടുത്തിട്ടാണ്. അപ്പം അത് നമുക്ക് ശരിക്കും ഒരു നല്ലൊരു കോൺഫിഡൻസ് തരും. അപ്പം നമ്മൾ ആക്ച്വൽ മെയിൻസ് എഴുതുമ്പോൾ ആ ഒരു പേടിയൊന്നും ഉണ്ടാവില്ല. വേറൊരു മോക്ക് ടെസ്റ്റ് ആണെന്നുള്ള ആ ഒരു ഫീലിങ്ങോടുകൂടി നമുക്കത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് അവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഒരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകൾ പൊതുവേ കുറച്ച് ടഫ്നെസ് ലെവൽ കൂട്ടിയിട്ടാണ് അവർ ഇടാറ്. മാർക്കിങ്ങും ഭയങ്കര ടൈറ്റ് ആയിരിക്കും. പൊതുവേ ഒരു 10-20+ ആണ് നമ്മൾ UPSCക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിപ്പോൾ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും. മാർക്ക് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ഹോപ്പ്ഫുള്ളി അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അതായിരിക്കണം. പത്രമാധ്യമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റാൻഡേർഡ് ന്യൂസ് പേപ്പർ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യണം. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രിലിംസിനും ഈ പറഞ്ഞ പോലെ പത്രത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്. ലാസ്റ്റ് ഇയർ പ്രിലിംസിൽ ഒരു 70% ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ്ലി കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഇങ്ങനെ ആയിരുന്നില്ല എൻ്റെ ഒരു ട്രെൻഡ്. അപ്പം പിന്നെ മെയിൻസ് കുറേയും കൂടിയും കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിരിക്കും. പൊതുവേ അങ്ങനെയാണ് കാണാറുള്ളത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതൊന്ന് ഒഴിവാക്കിയാൽ നമുക്ക് മറ്റൊന്നിലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു പത്രം സ്ഥിരമായിട്ട് വായിക്കുക. വായിച്ച് വിട്ടു പോകാറില്ല. പത്രം വായിക്കുന്നത് മാത്രമല്ല, മാക്സിമം നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓൺലൈൻ സൈറ്റ്സ് അവൈലബിൾ ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിൾസ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സിലബസ് പഠിക്കുക എന്നുള്ളതാണ്. സിവിൽ സർവീസിന് വരുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ് പഠിക്കുക. അപ്പോൾ നമുക്ക് പത്രം കാണുമ്പോൾ, ഒരു ന്യൂസ് കാണുമ്പോൾ അത് സിലബസിൽ എവിടെ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആ ലെവലിൽ നമ്മൾ സിലബസ് മനസ്സിലാക്കണം. എന്നിട്ട് ഓരോ ദിവസത്തെ പത്രം വായിക്കുമ്പോഴും നമ്മളത് ഫിറ്റിൻ ചെയ്യുക സിലബസിൽ എവിടെയെങ്കിലുമൊക്കെ. എന്നിട്ട് ചെറിയ രീതിയിൽ കുറച്ച് സെൻറ്റൻസസിൽ ഒരു നോട്ട് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് എല്ലാം ഒന്നും ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ ഒരു വർഷം മുന്നേ വായിച്ച പത്രത്തിൻ്റെ നോട്ട്സ് ഒന്നും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരില്ല. സോ അത് നോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് റിവിഷൻ അത് സഹായിക്കും.